കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി കിട്ടിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈ വചനം യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തെ വിളിച്ചോതുന്നു. ലോകം നമ്മെ തള്ളിക്കളയുമ്പോഴും നാം പാപികളാണെന്ന് സ്വയം കരുതുമ്പോഴും യേശു തൻ്റെ കരങ്ങൾ നമുക്ക് വേണ്ടി വിരിച്ചു പിടിച്ചിരിക്കുന്നു. അവിടുത്തെ അടുക്കൽ വരുന്ന ആരെയും അവിടുന്ന് ഒരിക്കലും നിരാശരാക്കി മടക്കി അയക്കുകയില്ല എന്ന ഉറപ്പാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. യെരിഹോവിലെ നികുതി പിരിവുകാരനായ സക്കായിയെ ജനങ്ങൾ ഒരു പാപിയായിട്ടാണ് കണ്ടിരുന്നത്. ആരും അവനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ അവൻ ആ കാട്ടത്തി മരത്തിൽ മേൽ കയറിയിരുന്നു. ജനക്കൂട്ടം സക്കായിയെ വെറുത്തിട്ടും യേശു അവനെ തള്ളിക്കളഞ്ഞില്ല. പകരം യേശു അവൻ്റെ പേര് പറഞ്ഞ് വിളിച്ച് അത്തിമരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. ആ സ്നേഹത്തിന് മുൻപിൽ സക്കായിയുടെ ഹൃദയം ഉരുകി. അവൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും തൻ്റെ സ്വത്തിൻ്റെ പകുതി പാപങ്ങൾക്ക് നൽകുവാൻ തയ്യാറാവുകയും ചെയ്തു. ലോകം പാപിയെന്ന് മുദ്രകുത്തി തള്ളിക്കളഞ്ഞ സക്കായിയെ യേശു ചേർത്ത് പിടിച്ചു. അവന് രക്ഷ നൽകി. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാലും, എത്രമാത്രം ഏകാന്തത അനുഭവിച്ചാലും കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. അവിടുന്ന് നമ്മെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സക്കായിയെ മാറ്റിയ അതേ സ്നേഹം ഇന്ന് നമുക്കായി തുറന്നിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന അങ്ങയുടെ വാഗ്ദത്തത്തിൽ ഞങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. കർത്താവേ, സക്കായിയെ പോലെ ഞങ്ങളും അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുറവുകളോടും പാപങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വന്നിരിക്കുന്നു. ഞങ്ങളെ തള്ളിക്കളയാതെ അങ്ങയുടെ സ്നേഹത്താൽ പൊതിയണമേ. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.